Hello guys, Assalamualaikum. welcome back to our YouTube channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പോ ഞങ്ങളുടെ കുഞ്ഞ് ഡെയിലി വ്ളോഗ്, കുഞ്ഞല്ല കുറച്ച് വലിയ ഡെയിലി വ്ളോഗ്. അങ്ങനെ ഇന്ന് നമുക്ക് മറ്റേ കൊടുങ്കാറ്റ് വന്ന് മഴയായതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂളില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല വെയിലാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടില്. അവധി കൊടുത്തിട്ടുണ്ടെങ്കിൽ കളക്ടർ മാമൻ അവധി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവധി കൊടുക്കുന്ന കളക്ടർ മാമൻ പൂരത്തിലായിരിക്കും പുള്ളിയുടെ സൈറ്റില്. അവധി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് നല്ല വെയിലായിരിക്കും. അപ്പൊ എന്തായാലും അവധിയായിരുന്നു. മാത്രമല്ല എനിക്ക് കുറച്ച് ടെസ്റ്റ് വർക്ക് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പൊ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, വയർ സ്കാനിങ്, പിന്നെന്തായിരുന്നു എൻഡോസ്കോപ്പി. നാളെ വേറെ വീഡിയോ നമുക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിനിറങ്ങി. അപ്പൊ ഇന്ന് ലീവാണ്, പിള്ളേർ ലീവ്. അപ്പൊ നമ്മളൊരു കുഞ്ഞ് കുറെ ദിവസം നമ്മള് കൊണ്ടുവന്നില്ല. മാത്രമല്ല ഇവിടെ ലാബില് അശ്വതി ലാബ് വണ്ടാനത്ത് അപ്പൊ ഒരുപാട് പേഷ്യൻസ് ഒക്കെ വരും. ശങ്കേസ് ലാബ് ശങ്കേസ് ലാബ് ആലപ്പുഴ ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പൊ ആലപ്പുഴയിൽ മറ്റൊരു നവജാത ശിശുവിന്റെ ഒരു പ്രശ്നം വന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലാബ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് വണ്ടാനത്തേക്കാണ് അവരെ പ്രിഫർ ചെയ്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നമ്മൾ കൊണ്ടുവന്നില്ല. കാരണം ഇത്രയും പേഷ്യൻസ് കാര്യങ്ങൾ വരുന്നില്ല. അപ്പൊ അവരെന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നോർത്ത് അവരെ കൊണ്ടുവന്നില്ല. മാത്രമല്ല ഒരുപാട് ദിവസമായി ഉമ്മാക്കും മാപ്പാക്കും അവർ രണ്ടുപേരും കൂടെ ആയിട്ട് കൊടുത്തിട്ട് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ഒരാളെ വീട്ടിൽ കൊണ്ടുവന്ന ഇവര് പോകുമ്പോഴത്തേക്കും ഒരാളെ കൊണ്ടുപോകും. അങ്ങനെയാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ നമ്മൾ എന്നോട് പറഞ്ഞ് രണ്ടുപേരും കൂടെ എന്താടാ കൊണ്ടുവരാന്ന് ചോദിച്ചു. അപ്പൊ എന്തായാലും രണ്ടുപേരും കൂടെ അവിടെ കൊണ്ട് ഇട്ട് കൊടുത്ത് അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിക്കോട്ടെ. ഉമ്മാക്കും മാപ്പാക്കും അതിജയ അച്ചുകൂടിന് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. ഉമ്മ വിട്ടത്. ഇവര് ഓൾറെഡി രാവിലെ എനിക്ക് 3 മണിക്കൂർ മുമ്പ് ഫുഡ് കഴിക്കണായിരുന്നു. ഞാനപ്പോ ഇന്ന് രാവിലെ 6:15 തന്നെ മൈ വൈഫ് 6:15 ആദ്യമായിട്ട് ഇഡ്ഡലി സാമ്പാർ കഴിച്ചു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മള് രാവിലെ ഫുഡൊക്കെ കഴിച്ച് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഞങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി. നാളെ ഫുൾ പട്ടിണിയാണ്. നാളെ ഫുൾ പട്ടിണി. രാത്രി 7 മണി തൊട്ട് എന്തോ കഴിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. 7 മണി 8 മണി തൊട്ടൊന്നും അങ്ങനെ. പിന്നെ ആരാ പറഞ്ഞ എന്ത് ചിക്കൻ എന്തുകൊണ്ട് കഴിച്ചോളാ പറഞ്ഞത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അപ്പൊ ഒരു ചിക്കൻ പീസ് ഇടപെടുന്നത് തിന്നല്ലോ. ഇന്നലെ ഞങ്ങള് പാകിസ്ഥാനി ചിക്കൻ ഉണ്ടാക്കി. പക്ഷെ വീഡിയോ എടുത്തില്ല. കാരണം കുറച്ച് കൊണ്ടിട്ടില്ല. പക്ഷെ ഉണ്ടാക്കിയ വിജയിക്കാന്ന് എനിക്ക് അറിയില്ല. കാരണം ഇപ്പൊ എന്തായാലും വിജയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഫുഡ് ബ്ലോഗ് ചെയ്യാത്ത വരുന്നത് കൊണ്ടല്ലോ ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് കൊളസ്ട്രോൾ കൂടി. ഉമ്മ ഓട്ടിച്ച് രണ്ടെണ്ണത്തിനെ കൊണ്ട്. അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മൾ ചെയ്യാത്തത്. ഇനി 10:30 ഒരു സമയം. 9:30 മണിയായിട്ടുള്ളൂ. ഇനി 1 മണിക്കൂർ പോസ്റ്റാണ്. ഞാൻ പിന്നെ എവിടെ പോണെങ്കിലും ഇവര് രണ്ടും ഇച്ചിരി പോസ്റ്റാണ്. അപ്പൊ എന്തായാലും നമ്മൾ 10 മിനിറ്റ് പുറത്തിരുന്നിട്ട് കയറാമെന്ന് വിചാരിച്ച്. അപ്പൊ രാവിലെ ഞങ്ങൾ ഫുഡ് അടിച്ച് ഇവരും അങ്ങോട്ട് ഉറക്കമൊന്നും റെഡി ആയിട്ടില്ല. കാരണം ഇവര് രണ്ടുപേരും 4 മണിയല്ല 5:30 കഴിഞ്ഞിട്ട് നിസ്കരിച്ച് രണ്ടുപേരും. ഞാൻ നിസ്കരിച്ചതിന് ശേഷം നമ്മള് ഇവര് ഫുഡ് ഉണ്ടാക്കി. ഞാനെന്റെ കയ്യാപ്പച്ചുകൊണ്ടിരുന്ന് ഉറങ്ങുമായിരുന്നു. അപ്പം ആ ഒരു ഉറക്കക്ഷീണം ഉണ്ട്. അപ്പൊ അനിയ പറയുന്നുണ്ടെന്ന് എനിക്ക് ഒമിറ്റ് ചെയ്യാൻ എനിക്ക് വരുന്നൊക്കെ പറയുകയും ചെയ്തു ഓൾറെഡി. രാവിലെ ഫുഡ് അടിച്ചോളാണല്ലോ എന്തോ. ഇനി ഇഡലി സാമ്പാറും ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. പണ്ട് പക്ഷെ ഞാൻ വെജിറ്റബിൾസ് കഴിക്കത്തില്ലായിരുന്നു. സാമ്പാർ എനിക്ക് ഇഷ്ടമല്ല. അനിയാക്കറിയാം ഓൺലി മീൻ മുട്ട ഇറച്ചി ഇതില്ലാതെ നമ്മൾ ഫുഡ് അടിക്കത്തില്ലായിരുന്നു. നെയ്സ വന്ന പിന്നെ പച്ചക്കറി അടിക്കാൻ പറഞ്ഞു. ഇപ്പം കുറെ നാളായിട്ട് ഇപ്പൊ അധികം ഇല്ല അല്ലേ. പിന്നെ ഈടായിട്ട് ഇഡ്ഡലി സാമ്പാർ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് രാവിലെ വെച്ചപ്പോ അങ്ങോട്ട് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റില്ല. ഉള്ളി സാമ്പാർ കഷ്ണം ഉണ്ടാക്കി ആരും കഴിക്കാൻ മാത്രം. അപ്പൊ എനിക്ക് അനിയ രാവിലെ കൂടുതലും ഡ്രസ്സ് കഴിയുന്ന അനിയാണ്. അപ്പൊ നെയ്സാണ് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കുന്നത്. നെയ്സാണെങ്കിൽ പച്ചക്കറി മൊത്തം ഇങ്ങനെ നമ്മള് ഉച്ചക്ക് ഫുഡ് തന്നു വിടുന്നതിന്റെ ഏറ്റവും മേലെ ഫുള്ള് വെക്കും. ഞാൻ അതേ കണക്ക് എന്റെ കൂട്ടാണ്ട് ഷിയാസ്. അതിന് ഈ വീഡിയോ കാണുന്ന അറിയാം. തൗഫി കാണുന്ന എനിക്ക് അറിയത്തില്ല. തൗഫി കണ്ട് അവനൊന്നും ചെയ്യല്ലേ. എന്തായാലും എന്റെ ഫുഡ് മൊത്തം എന്റെ ഷിയാസിന്റെ ചങ്കുറവാണ് ഇപ്പൊ അവൻ. അപ്പൊ അവനാണ് കഴിക്കുന്നത്. ചിക്കൻ പൊരിച്ചത് എല്ലാം. അയ്യോ ഞങ്ങള് കഴിച്ചു. വേറെ ഇന്ന് മീൻകറി വെച്ചവൻ പറഞ്ഞു മീൻ പൊരിക്കണ്ട, ഞാൻ അഭിജിത്ത് ഫ്രണ്ട് ഉണ്ട്. അവന് വണ്ടായിരുന്നതായിരുന്നു. അപ്പൊ അവന്റെ അമ്മയുടെ ഭയങ്കര കൈപ്പുണ്ടാണ്. മറ്റേ ബോഡി ഷോപ്പിൽ അഭിജിത്ത്. അപ്പം ഭയങ്കര ടേസ്റ്റി എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റിയാണ് മീൻ വറുത്തൊക്കെ. അപ്പം ഞങ്ങൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇന്റർവെലിനൊക്കെ ഡപ്പായൊക്കെ തുറന്നിട്ട് ഫുഡ് എടുത്ത് കഴിക്കുന്നത്. അതിനൊക്കെ ഞാൻ ഷിയാസും കൂടെ പള്ളിയിൽ നിന്നപ്പോഴത്തേക്ക് ഇവനെ വിളിച്ചിട്ട് വരുന്നില്ല. അപ്പൊ അജയ് എന്നൊരു കൂട്ടുകാരൻ കൂടെ ഉണ്ട്. അപ്പൊ അജയ് ഇവനെ വിടത്തില്ല. ഞങ്ങളെ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. ഞങ്ങളുടെ അവന്റെ ഡപ്പ തുറന്നിട്ട് ചിക്കൻ പീസെല്ലാം തിന്നുമായിരുന്നു. അത് അറിഞ്ഞില്ല. അപ്പൊ എന്തായാലും
പതുക്കെ ഇരുന്ന് കഴിക്കും. അത് ഭയങ്കര കുറച്ചേ കഴിക്കത്തുള്ളൂ. അപ്പൊ അമ്പിയുടെ അമ്മയുടെ ഭയങ്കര കൈപ്പുണ്യ കേട്ടോ, ഞാൻ എപ്പോഴും ഓർക്കും ആ ഒരു. പക്ഷെ ഇപ്പം അപ്പൊ എന്ത് ഞങ്ങള് ഇവര് തന്നില്ലാലും നമ്മള് ഫുഡ് പുറത്തൊക്കെ അത്യാവശ്യം കഴിക്കുമായിരുന്നു. ഞാൻ പിന്നെ കൊച്ചിലോട്ട് എനിക്ക് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിച്ചാണ് കൊളസ്ട്രോൾ കുറച്ച് കൂടുതൽ. ഇപ്പൊ എന്തായാലും നമ്മള് ഉടനെ ആയിട്ട് ചെയ്യുന്ന ഡയറ്റിലോട്ട് നീങ്ങാൻ വേണ്ടി പോവാണ്. വീട്ടില് ഡയറ്റ്, പുറത്തു പോയ ഫുഡ്, ഫുഡുമായിട്ട് കഴിക്കാത്തോണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഫുഡിനോടല്ല. എന്തെങ്കിലും വലിച്ചു വാരി പാത്രത്തിലേക്ക് ഇടും, കഴിക്കത്തില്ല, എല്ലാം വേസ്റ്റ് ആക്കും. അതാണ്. പക്ഷെ എല്ലാ കാര്യം ഇഷ്ടമാണ്, ടേസ്റ്റ് നോക്കും. പക്ഷെ അങ്ങനെ അങ്ങനെയല്ല, ഒരു വാഹനം കഴിക്കത്തില്ല. എല്ലാം തള്ളടിക്കാൻ വേണ്ടി ഉള്ളു, പക്ഷെ കഴിക്കത്തില്ല. എല്ലാ സാധനം ഇച്ചിരി ഇച്ചിരിയായിട്ട് കഴിക്കത്തില്ല, വേസ്റ്റ് കളയത്തില്ല. സ്നേഹിസ് അങ്ങനെ ഇഷ്ടപ്പെട്ട കറിയാണെങ്കിൽ അത് നന്നായിട്ട് പാത്രം ക്ലീൻ ആയിട്ട് കുടിക്കുകയൊക്കെ ചെയ്യും കറിയൊക്കെ. ശനിയ കുറച്ച് മാത്രമേ കഴിക്കത്തുള്ളൂ. അച്ചുകൂടെ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. കദിജ പിന്നെ അല്ലേ നമ്മൾ കൊടുക്കുന്ന കഴിക്കും. അത് ഇക്കയുടെ വാപ്പ കുഞ്ഞിലോട്ട് കൂടി ഈ കറി വെച്ച് മീനൊക്കെ തിരിച്ച് എല്ലാം എന്തായാലും കറി വെച്ചെല്ലാം. പക്ഷെ അച്ഛനെല്ലാം പൊരിച്ച സ്ഥലം, മീനെല്ലാം പൊരിച്ചത്, ഇറച്ചി പൊരിച്ചത്, എല്ലാം പൊരിച്ച് അച്ഛൻ. പക്ഷെ കദിജ നേരെ ഓപ്പോസിറ്റ്, എല്ലാം കറി വെച്ചത്. മീൻ പൊരിച്ചാൽ എനിക്ക് മീൻ പൊരിച്ച് വേണ്ട, കറി വെച്ചാൽ മതി എന്ന് പറയുന്നത്. അങ്ങനെ കഴിക്കും. ഓരോരുത്തരത്തിൽ ഓരോ ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഉമ്മ ഉണ്ടാക്കുന്ന പ്രത്യേക ടേസ്റ്റ്. പണ്ട് അനീഷയുടെ വീട്ടിൽ നിന്ന് അനിയുടെ വീട്ടിൽ നിന്ന് ഫുൾ ടൈം അവിടെ നിന്ന് കഴിച്ചു. നമ്മൾ ഒരു പ്രാവശ്യം തന്നെ ഒരുപാട് ഫുഡ്. ഇപ്പൊ എന്റെ ഇവളുടെ ജ്യേഷ്ഠത്തിന്റെ ഹസ്ബൻഡ് ഉണ്ട് ഹാരിസ്. ഹാരിസ് ഞാൻ എപ്പോഴും മടക്കും. അപ്പൊ നമ്മളെ തന്നെ ഒരുപാട് സാധനം ഉണ്ടാക്കി തരും. വെച്ചാൽ ആ സമയത്ത് ഇതിനൊക്കെ എന്നെ കല്യാണം കഴിഞ്ഞ സമയത്തല്ലേ എന്റെ കൂട്ടാണ് എന്തെങ്കിലും എന്ന് പറഞ്ഞു നിച്ചു. അപ്പൊ ഇന്ത്യൻ്റെ പറഞ്ഞില്ല. അപ്പൊ അവൻ വഴികൾ വന്നിട്ട് അവനോട് പറഞ്ഞു നിച്ചുവാ. അപ്പൊ വേണ്ട ആന്റി, എനിക്ക് വയറിന് സുഖം എന്നൊരു കാര്യം ചെയ്യും, ആദ്യം ഗുളിക കഴിക്കും, അതിനുശേഷം നമുക്ക് ആഹാരം കഴിക്കാന്ന് പറഞ്ഞു. പനിയുടെ ഉമ്മ വെച്ചാല് വരുന്ന പോകുന്ന ആൾക്കാരെല്ലാവർക്കും അത്രയും അവർ ഫുഡ് ആരും കൊടുക്കും. അത്രയും കൊടുക്കുന്നവരല്ല, കൂടുതലായിട്ട് ഇങ്ങനെ ആഹാരം സെർവ് ചെയ്യണമെന്നുള്ളൊരു മൈൻഡുള്ള ആൾക്കാർ. പണ്ട് കൊറേ പട്ടിണി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മ എപ്പോഴും പറയും ആര് വിശന്നിരുന്ന ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഒരാൾക്കുള്ള ഫുഡ്, എപ്പോഴും ഒന്നോ രണ്ടോ ആൾക്കുള്ള ഫുഡ് എപ്പോഴും കൂടുതൽ കേൾക്കും. കൊടുക്കാനായിട്ട് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അങ്ങനെ ഒരു മൈൻഡ്. നെയ്സാടെ അമ്മ പിന്നെ പുള്ളിക്കാരത്തിന് വേറെ എന്ന് വെച്ചാല് ഒറ്റക്കാണ് അമ്മ, പാവമാണ്, പക്ഷെ ഒറ്റക്കാണ്. പക്ഷെ എങ്കിലും ആള് നന്നായിട്ട് ആൾ ഒറ്റക്കാണ്, സൂപ്പറായിട്ട് നല്ലൊരു കൈപ്പുണ്ട് അമ്മയ്ക്ക്. ആ ഒരു കൈപ്പുണ്ട് ഈ കുറെ കിട്ടിയിട്ടില്ല. കനീസ അത് പറയുന്നുണ്ട്, എടാ നൈസാക്ക് അപ്പടെ കട്ടൻ ചായ മാത്രം ഉണ്ടാക്കാറില്ല, ഞാൻ വീഡിയോ എപ്പോഴും കാണും താപ്പി പറയുന്നു. അങ്ങനെ ഞങ്ങള് കൈസും നൈസാടെ അമ്മ വന്നിട്ട് ഫുഡ് വെക്കും. മാത്രമല്ല മീൻകറി ഇല്ലാതെ പുള്ളിക്കാരത്തി എന്നെ കണക്കാവും, ചോറ് കഴിക്കത്തില്ല. അപ്പൊ നമ്മളെപ്പോ അവിടെ ചെന്നാലും നമുക്ക് കഴിക്കാനുള്ള പഴയതാണെങ്കിൽ പോലും ഒരു ദിവസം അമ്മ ഒറ്റക്കുള്ള. അപ്പൊ വെച്ചാൽ ഇന്നത്തെ നാളത്തേക്ക് യൂസ് ചെയ്യും. അപ്പൊ അങ്ങനെ മീൻകറി ഉണ്ടാവും. തലേന്നത്തെ കറിയൊക്കെ ആണെങ്കിൽ ചൂടാക്കൽ നല്ല ടേസ്റ്റ് കഴിക്കും. ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് കഴിക്കാറുണ്ട്. പിന്നെ ഉമ്മ ആണെങ്കിലും വേറൊരു ടേസ്റ്റിയാണ് എല്ലാവരും. ഉമ്മയൊക്കെ കൊച്ചിലെ എന്ന് വെച്ചാൽ നമ്മള് ജോലി ഉണ്ടാകുന്ന സമയത്ത് രാവിലെ 4 മണിക്ക് എണീക്കും. അപ്പൊ മദർസയിൽ പോവും. പിന്നെ അല്ലെ 4:30 ഉമ്മ എഴുന്നേക്കും. എന്നിട്ട് ആ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ടാണ് സ്കൂളിൽ പോണത്. ഭയങ്കര അതെന്നറിയോ, എന്ത് കാര്യത്തിൽ ഇവരോട് ഞാൻ ചോദിക്കും. ഇപ്പൊ പണ്ടൊന്നും ചോദിക്കത്തില്ല. ഇപ്പൊ നമ്മളെല്ലാ കാര്യവും ഇവരോട് നമ്മൾ ഷെയർ ചെയ്യും, എന്ത് കാര്യമാണെങ്കിലും എന്റെ ലൈഫിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരോട് അല്ലേ അതെ ഞാൻ ചോദിക്കാറുണ്ട്. അതെ ഗൈസ്. പിന്നെ നിങ്ങളുടെ നാട്ടില് ഇന്നലെയൊക്കെ മഴ, തെക്കൻ കേരളത്തിലോട്ടൊക്കെ ഭയങ്കര മഴയായിരുന്നു. തുണി ഇടുന്ന സ്റ്റാൻഡ് വരെ പറന്ന് അപ്പുറത്തോട്ട് പോയി ഭയങ്കര കഥ, പക്ഷെ അറിഞ്ഞില്ലേ. പിന്നെ ഇന്നലെ രാത്രി വല്ലാത്ത രാത്രിയായിരുന്നു. കാരണം നമ്മുടെ ആലപ്പുഴയില് ഡോക്ടേഴ്സിന് പഠിക്കുന്ന 5 പേര് ആക്സിഡന്റിൽ മരിച്ച്. 2 പേർക്ക് സീരിയസ് ആണെന്നാണ് ഇപ്പോഴും പറയുന്നത്. നമ്മളിപ്പോൾ ആ വഴി വന്നു, പക്ഷെ ആ വഴി നമ്മൾ പാസ് ചെയ്തില്ല. അങ്ങനെ ഒരു കാരണം ഉണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ഇപ്പുറത്തെ റോഡിൽ കൂടെയാണ് വന്നത്. അപ്പം ഭയങ്കരമായ മഴയത്തവർക്ക് കാണാൻ പറ്റില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും അതൊരു ഭയങ്കര സങ്കടമായി പോയി ഗൈസ്. അത് കണക്ക് നമ്മള് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതാ നമ്മുടെ Q&Aയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലൊരു ഉനൈസ്, നമ്മുടെ ഒരു അനുജൻ കൂടെയാണ്, അവൻ കൂട്ടുകാരൻ അനുജൻ കൂടെയാണ്. അപ്പൊ അവന്റെ വീട് വെക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞതൊക്കെ സംഭാവന ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിന്റെ ഗൂഗിൾ പേ QR കോഡൊക്കെ വെച്ചായിരുന്നു. അപ്പം അൽഹംദുലില്ലാ ഗൈസ്, അവരുടെ മിനിഞ്ഞാന്നത്തെ, അതായത് 29 നവംബർ 2024 ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ആലപ്പുഴ MLA ചിത്തരഞ്ജൻ MLAയും ഞങ്ങളുടെ വാർഡ് കൗൺസിലർ ഹെലൻ ഫെർണാണ്ടസും മിനിയാണ്ടി ഞങ്ങൾ വിളിക്കുന്നത്, പിന്നെ JM ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി ചെയർമാൻ, ഇവരുടെ എല്ലാവരും നേരത്തെ വേറെ കുറച്ച് 3-4 വാർഡിലൊക്കെ ആയിട്ട് നമ്മൾ പിരിവരുന്നായിരുന്നു. അൽഹംദുലില്ലാ എന്തായാലും അവർക്ക് നല്ലതായിട്ട് തന്നെ ഒരു ഏകദേശം ഒരു 18 ലക്ഷം രൂപയോളം 4 വാർഡിലായിട്ട് പിരിച്ച് നല്ല മനസ്സുകൾ ഒരുപാട് സഹായിച്ചായിരുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായിട്ട് നന്ദി പറയണം. അപ്പോൾ അവർക്ക് എന്തായാലും ആ ഒരു വീടിൻ്റെ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. നമ്മളെ കൊണ്ടാകുന്ന ഒരുപാട് സാധനങ്ങൾ എൻ്റെ കസിൻസ്
ഗൾഫിലുള്ള കൂട്ടുകാർ, ഫ്രണ്ട്സ്, നമ്മൾ ഒരുപാട് പേര് സഹായിച്ചായിരുന്നു. അതിനകത്ത് വേണ്ടി മുൻകൈ എടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുകയാണ്. കാരണം നമുക്ക് കൊച്ചിയിൽ നിന്ന് അവിടെ അറിയാം, വാവച്ചാൻ്റെയൊക്കെ നമ്മുടെ ഉമ്മയുടെയൊക്കെ അടുത്ത നെയ്ബറായിരുന്നു. അപ്പോൾ കുഞ്ഞിലോട്ടുള്ള ഫാമിലി ആയിരുന്നു. അപ്പോൾ എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് സഹായിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി പറയുകയാണ്. അപ്പം ഞാനത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ മറന്നുപോയി. ഇന്നലെ ക്യൂആർ ചെയ്തപ്പോഴത്തേക്കും കഴിഞ്ഞ ആ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഈ കാര്യം ഓർത്തത്. ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ ആ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഇതിനകത്ത് നമ്മൾ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു. എന്തായാലും വൈൻഡപ്പിൽ പറഞ്ഞായിരുന്നു. അപ്പൊ ഗായ്സ് നമ്മൾ ലാബിലോട്ട് കയറാൻ വേണ്ടി പോകണം, സ്കാൻ ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ അകത്ത് വിശേഷങ്ങൾ റെസ്റ്റ് ആണ്. 10 മണിക്ക് ഇവിടെ ഭയങ്കര തിരക്കാണ്. വണ്ടാനത്ത് എല്ലാവർക്കും അറിയാൻ പറ്റും, ഭയങ്കര റെസ്റ്റ് ആണ് ഇപ്പോൾ. വന്നാലും അപ്പോൾ ഒരു 2 മാസം മുമ്പ് എന്റെ പല്ലിൽ ഒരു എക്സ്റേ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഏകദേശം 1.5 മണിക്കൂറോളം പോസ്റ്റ് ആയിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് കയറാം. അങ്ങനെ സ്കാൻ എല്ലാം കഴിഞ്ഞിറങ്ങി. അവിടെ നിന്ന് നല്ല കട്ട പോസ്റ്റ് ആണ്. ഇതിന്നിരുന്ന് 10:30 എന്ന് പറഞ്ഞിട്ട് 11 മണിയല്ലേ, 11 മണി. കൊറേ നേരം ഇക്ക അകത്ത് പൊട്ടിക്കാൻ കൊറേ നേരിട്ട് കാണിരിക്കാൻ അവിടെ അകത്ത് ഇരുത്തിയിരിക്കുവായിരുന്നു. അവിടെ കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിയുമ്പോ റിസൾട്ട് കിട്ടി. ഞങ്ങളിപ്പോ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പൊ അങ്ങോട്ട് പോകുന്ന വഴി ഏതൊരു സ്ഥലത്ത് കേറുന്ന, പക്ഷെ ഭയങ്കര റിസൾട്ട് പറയും. വേറെ കുഴപ്പമൊന്നുമില്ല. ഫാറ്റി ലിവർ ഗ്രേഡ് 2 ആണ്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. വേറെ കിഡ്നീസിന്റെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനൊന്നും കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി കൊളസ്ട്രോൾ സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി പോകും. നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മളെങ്ങോട്ടാണ്? ഇനി ഏതോ ഒരു വഴി കൂടെയൊക്കെ പോകുന്നത് പറഞ്ഞു. ആണ് എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു. എവിടെയാണ് എനിക്ക് സ്ഥലം? ഏതോ ഒരു ബീച്ച്. എനിക്കൊക്കെ വഴി അറിയാം. അപ്പൊ പോയി നോക്കാം. തല പൊട്ടിത്തെറിക്കില്ലെന്ന് അറിയത്തില്ല. തല പൊട്ടിത്തെറിക്കത്തില്ലെങ്കിൽ നമുക്ക് ഇപ്പൊ നല്ല വീട്. ഇന്നലെയൊക്കെ ഭയങ്കര മഴയല്ലേ, അതിന്റെ ഇരട്ടി ഇപ്പൊ വെയിലുണ്ട്. അപ്പൊ പോകണ്ടേ, പോയി നോക്കാം. നട്ടിച്ച പ്രാന്താണെങ്കിൽ പറയാനാണ്. അതിനും ഇപ്പൊ ബീച്ച് കാണുന്നത്. ബീച്ചിന് തൊട്ടടുത്ത് കിടക്കുന്നതാണ്. എന്നിട്ടും ബീച്ച് കാണാൻ വേണ്ടി വന്നിട്ടിരിക്കുക. അവിടെ ഉള്ള ബീച്ചല്ല, ഇത് സൂപ്പർ ബീച്ചാണ്. നമുക്ക് കാണാം നമ്മുടെ അപ്പുറത്തിപ്പുറത്തൊക്കെ ചേട്ടന്മാരൊക്കെ ഇരുന്ന്. അത് ഇവിടുത്തെ ഒരു പരിപാടി, മെയിൻ പരിപാടിയാണ്, അറിയാലോ. അപ്പോൾ അവർ ചീട്ട് കളിക്കും. കാരണം രാവിലെ കടലിൽ പോകുന്ന ആൾക്കാരാണ്. അവർ ഉച്ചയ്ക്ക് വന്നിട്ട് അവരുടെ കുറച്ച് പരിപാടിയെല്ലാം കഴിഞ്ഞ ശേഷം അവർ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ചീട്ടുകളെയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ സൂപ്പർ ബീച്ചാണ്. നടക്കാനൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല, വെയിലാണ്. എനിക്കൊന്ന് നമ്മുടെ വാടക്കൽ പടിഞ്ഞാറാണ് ഈ സ്ഥലമായിട്ട് വരുന്നത്. ഭയങ്കര വെയില്, കണ്ണു തുറക്കാൻ പോലും പറ്റില്ല, അത്രയും വെയില്. ഞങ്ങൾ 3 പേര് രാവിലെ മഴ കളിക്കാൻ കൊട എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പം വലിയ മഴയില്ലാഞ്ഞോണ്ട് ഞങ്ങൾ ഒറ്റ കൊട എടുത്തുള്ളൂ. പക്ഷേ കണ്ണില് മറ്റേ കോണ്ടാക്ട് ലെൻസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വെയിലത്തോട്ട് കാണുമ്പോ തന്നെ കണ്ണി നല്ല മിന്നി ഇറക്കുവരുത്, കണ്ണു തുറക്കാൻ പോലും കടലോട്ട് നടന്നു വർത്താനം പറഞ്ഞപ്പോ ഇടുവാണ്, രക്ഷയില്ല. അതന്നെ ഭയങ്കര വില. ഇപ്പൊ ഭയങ്കര ഒരു സമാധാനം, ഒരു ചെറിയൊരു തണല് കണക്ക്. ഭയങ്കര വെയിലും. ഇവിടുന്ന് വീഡിയോ എടുക്കരുത് നടക്കുന്ന കാര്യമല്ല. ഇനി വീട്ടിൽ ചെന്നിട്ട് പിള്ളേരെ ഇക്കാടെ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുക. അവിടെ ചെന്നിട്ട് ഇക്കാടെ ഉമ്മ ഫുഡ് ഉണ്ടാക്കി. ഞങ്ങളപ്പോൾ വീട്ടിൽ നിന്ന് ചോറും കറിയെല്ലാം ആക്കിയിട്ട് വന്നപ്പം ഉമ്മ പറഞ്ഞ് ഇക്കാടെ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് ഇക്കാടെ വീട്ടിൽ ഫുഡൊക്കെ ഉമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നേരെ ഇനി വീട്ടിലോട്ട് പോവാം. ഞാൻ ഇവിടെ ആലപ്പുഴയിൽ ഒരു മേള തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ റീൽസ് ഇട്ട്. അപ്പോൾ അവിടെ ഒന്ന് ഉച്ച കഴിഞ്ഞിട്ട് പോകണമെന്നുണ്ട്. പോയി നോക്കാം, അവിടെ ഭയങ്കര ലാഭമെന്നുണ്ട്. അപ്പോൾ അവിടെയും കൂടെ പോവാം ഉച്ചയ്ക്ക്. ഞങ്ങൾ ബീച്ചിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ PSCന്ന് രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ അതും കൂടെ വാങ്ങിച്ചിട്ട് വേണം ഇക്കാടെ വീട്ടിൽ പോകാനായിട്ട്. ഇന്ന് രാവിലെ തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുറേ കിടന്ന് ഓടുന്നുണ്ട്.
വെറുതെ കുറച്ചു നേരം ഇരുന്ന് അങ്ങോട്ട് ഇക്ക ഓടിച്ച് ഞങ്ങൾ വെറുതെ ഇരുന്നു. 2 മണിക്കൂറായിട്ട് ഫോണിൽ വന്ന് കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫോൺ നോക്കി ഇരുന്നിരുന്നിരുന്ന് നോക്കി ഉറങ്ങി. അനിയ എത്ര കണ്ടാലും മതിവരാതെ ഇങ്ങനെ പിന്നെയും കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഫോൺ ചെയ്തോണ്ട് കുറെ നേരം നോക്കി. ഫോണിൽ നോക്കി അവസാനം കണ്ണ് ഇഴക്കാൻ വേണ്ടി തോന്നി. ഞങ്ങൾ മുമ്പൊക്കെ അവിടെ ചെന്നല്ലേ. ഇപ്പൊ ഇത്രയും നേരം വരെ ഇപ്പൊ മണി 12 അത്രയും നേരം വരെ ഇതുകൊണ്ട് ഫോൺ കണ്ടു. വേറെ പ്രത്യേകിച്ച് അവിടെ ഒന്നും ഇല്ല കാണാനായിട്ട്. അവരെ വരുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കാണില്ല മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടെ പോസ്റ്റ് അടിച്ച് ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ESA പോകണം, റിസൾട്ട് വാങ്ങിക്കണം. അവിടെ നിന്ന് ഇരിക്കാതെ വീട്ടിൽ ഉമ്മ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇക്കാക്ക്. അത് പോയി കഴിക്കുക. ഞാൻ കഴിക്കുന്നില്ല അത്. നൈസാക്കും ഇക്കാക്കും. ESA പോയിട്ട് ബ്ലഡിന്റെ റിസൾട്ട് വാങ്ങിച്ച് അൽഹംദുലില്ലാ അതിനകത്ത് ഒരു കുഴപ്പവും ഇല്ല. ഇനി അതുമായിട്ട് നാളെ നമുക്ക് കോട്ടയം ഭാരത് ഹോസ്പിറ്റലിലോട്ട് പോയിച്ചാൽ മതി. അതെല്ലാം എന്തുവാ ഞങ്ങൾക്ക് അറിയത്തില്ല. എൻഡോസ്കോപ്പി ഒക്കെയാണ് നമ്മുടെ വായിലൂടെ ക്യാമറ വെക്കില്ല. ആ സമയത്ത് എന്തായാലും എയ്ഡ്സ് ഒക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നെഗറ്റീവ് ആണ് പോസിറ്റീവായ തീരും നമ്മുടെ കാര്യം. ബാക്ടീരിയയുടെ എന്ത് നോക്കുന്നത് അത് ഞാൻ നോക്കിയത്. എല്ലാം പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം നെഗറ്റീവ് ആവണം. പോസിറ്റീവായ തീരുന്ന പരിപാടി. അത് നെഗറ്റീവ് ആണ്. അത് നല്ലത് പറഞ്ഞു. എന്തായാലും നമ്മളിപ്പോ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇനിയിപ്പോ നമ്മൾ നേരെ വീട്ടിലോട്ട് തന്നെയാണ് പോകുന്നത്. അതിനുശേഷം ഉമ്മയും കൂടെ വിളിക്കുക. ഞങ്ങൾക്ക് എവിടെയൊക്കെ പോകാനുണ്ട്. ഉമ്മ വരുമോന്ന് അറിയത്തില്ല. കാരണം ഇന്ന് വാപ്പായ ഉണ്ടല്ലോ. വാപ്പാക്ക് നേരെ പരിപാടിയൊന്നും ഇല്ല. വാപ്പ ഇന്ന് വീട്ടിൽ തന്നെയാന്ന് പറഞ്ഞത്. അതിന് വിളിച്ചു നോക്കാം. PSC ഇറങ്ങുന്ന ക്രോസ് പക്ഷെ എന്തോ അന്ന് നടന്നില്ല. നമുക്ക് വീഡിയോ കൂടെ എടുക്കണോണ്ട് നമ്മൾ ഉമ്മായ അന്ന് വീഡിയോ എടുക്കണം എന്നുള്ളതുകൊണ്ട് ഉമ്മാനെ വിളിക്കാൻ നിങ്ങള് വീഡിയോ എടുത്തു, എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഞാൻ വന്നേനെ. വാപ്പ വരത്തില്ല. ഉമ്മാക്ക് അത് കാണുമ്പോ ചെറുപ്പത്തിലേ കണ്ടുള്ളതാണ്. ഞങ്ങൾ കട്ട പോസ്റ്റ് ആയിട്ട് ഞങ്ങൾ റെയിൽവേ ട്രാക്കിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെ നിൽക്കുവാണ്. ESR അവിടെ. അതിന് ജസ്റ്റ് ഒന്ന് കാണിച്ചു വിടറോ. കണ്ട നമ്മളിങ്ങനെ പോസ്റ്റ് അടിച്ചു. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അടയ്ക്കുകയും ക്രോസ് ചെയ്യുന്ന ഒരു ഇതാണ്. കാരണം സ്റ്റേഷന്റെ തൊട്ട് തെക്ക് വശത്തുള്ള ആലപ്പുഴ മെയിൻ റെയിൽവേ സ്റ്റേഷൻ. മെയിൻ റെയിൽവേ സ്റ്റേഷൻ അല്ലേ? ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. ട്രാക്ക് ഇത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ തെക്കേ സൈഡ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ക്രോസിംഗ്. അപ്പുറത്ത് നമുക്ക് ഇല്ല ക്രോസിംഗ്. തൊട്ട് ട്രാക്ക് ഇറങ്ങി വരുമ്പോഴാണ് ESA ഹോസ്പിറ്റൽ. അതെ. വിശക്കുകയും ചെയ്യുന്നു. രാവിലെ നേരത്തെ കഴിച്ചു. അവിടെ ക്രോസ് ഒത്തിരി നേരം അടച്ചു. പെട്ടെന്ന് നടക്കും. രാവിലെ 9 ആകുമ്പോണ്ട്. ആ സമയത്ത് ക്രോസ് അടച്ചിന് ഒരു 3-4-5 ട്രെയിൻ അടുപ്പിച്ചങ്ങ് വരും. പിന്നെ കുറെ നേരം അവിടെ പോസ്റ്റ്. ഇവിടുത്തെ സ്റ്റാഫ് ആയിരുന്നു. അപ്പൊ ഇവർക്ക് അറിയാം. ഇവരൊക്കെ പണ്ട് കൊച്ചിയിൽ ഇവരെ കൊണ്ടുവരായിരുന്നു. പിന്നെ ഞാനും കണ്ടിട്ടുണ്ട് ഇവിടെ വന്നിട്ട് നമ്മുടെ ഫ്രണ്ടിന്റെ ഹോട്ടലിൽ വന്ന് ഇറങ്ങുന്ന. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയ ആള് പോണൊക്കെ ഞങ്ങൾ പണ്ട് കാണുമായിരുന്നു. ഇവിടുത്തെ ESAയിലെ എന്തായിരുന്നു മമ്മി? എക്സ്റേ ടെക്നീഷ്യൻ അല്ല, അസിസ്റ്റന്റ്. ഞാനിപ്പോ അടിച്ച് ഡോക്ടർ പറയുന്ന ഓർത്തത്. പിന്നെ ലാബ് അസിസ്റ്റന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പ്രൊമോഷൻ കിട്ടി എക്സ്റേ അസിസ്റ്റന്റിലോട്ട് വന്നു. അവിടെ നിന്ന് റിട്ടയർഡ് ആയി. അന്ന് ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റി. എക്സ്റേ ഫുള്ള് ഡിപ്പാർട്ട്മെന്റ് തന്നെ അസിസ്റ്റന്റ് ആയപ്പോഴത്തേക്കും. ഇല്ല, എപ്പോഴും ഉണ്ട് ഇവിടെ തന്നെ. അവിടെ തന്നെയാണ് ഇപ്പൊ എന്നെ കാണിക്കുകയും വിളിക്കുകയും എല്ലാം ചെയ്യുന്നത്. വിശപ്പിന്റെ വീട് നേരത്തെ ഫുഡ് കഴിച്ചോണ്ട് വിശപ്പിന്റെ വീടുകളിൽ ഇങ്ങനെ വന്ന് വിളിച്ചോണ്ട് എനിക്കൊക്കെ വിശക്കുന്നുണ്ട്. ഇക്കാനെ കൊണ്ട് വെള്ളം ശരിക്ക് കുടിച്ച് ഒറ്റയടിക്ക് കുടിക്കില്ലെന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് അങ്ങ് കുടിച്ചു. അവർ ഒറ്റയടിക്ക് കുടിച്ച് ഛർദ്ദിക്കാൻ വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഇക്ക പറഞ്ഞൊക്കെ ഒറ്റയടിക്ക് വെച്ച് ഛർദ്ദിക്കാൻ വരുന്ന പറഞ്ഞോണ്ട് ഇരിക്കുവായിരുന്നു. വയറ് നിറച്ച് വെള്ളം കുടിച്ചാല് നമ്മൾ സ്കാൻ ചെയ്യുമ്പോ ഇത് റെഡിയാ ശരിക്കും നല്ലപോലെ കാണാൻ പറ്റത്തുള്ളൂ പറഞ്ഞു. കാണാൻ പറ്റും. നമുക്ക് കറക്റ്റായിട്ട് അവർക്ക് ഡയഗ്നോസ്റ്റിക് ചെയ്യാൻ പറ്റും. ബ്ലാഡർ ഫുൾ ആണെങ്കിൽ. അപ്പൊ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടായിരുന്നു. ഇല്ല ശരി. അതിനുശേഷം ഞാൻ വന്ന് 3 പ്രാവശ്യം. അപ്പൊ അവര് ചോദിക്കും നമ്മൾ യൂറിൻ പാസ് ചെയ്യാനായിട്ട് നമുക്ക് ശരിക്കും ഇതാവണം. ആ സമയത്ത് നമുക്ക് എടുക്കാൻ. കാരണം ബ്ലാഡർ ഫുള്ളായിരിക്കണം. വ്യക്തമായിട്ടെങ്കിൽ അവർക്ക് ആ ഒരു ഇത് കിട്ടത്തുള്ളൂ. പിക്ചറാണത് കിട്ടത്തുള്ളൂ. ഞാൻ അതിനുശേഷം വന്നിട്ട് അപ്പോൾ 1 ലിറ്റർ വെള്ളം ഞാൻ കുടിച്ചായിരുന്നു ഒറ്റയടിക്കാൻ. പിന്നെ ഒരു 3 ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ചു. അപ്പോൾ ഏകദേശം സെറ്റായി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പം തന്നെ ചോദിച്ചു എനിക്കൊന്ന് യൂറിൻ പാസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ. അപ്പോൾ അവർ തന്നെ ഇവിടെ സൗകര്യമുണ്ട് പോകാന്നുണ്ട്. അവിടെ തന്നെ പോവുകയും ചെയ്തു. പിന്നെ ഫുള്ള് ജെല്ലാണ് ഡ്രസ്സുകളൊക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇപ്പം അവര് ടിഷ്യൂ തന്നു 3. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ ടീഷർട്ട് താത്തി സമയത്ത് അതിനകത്തൊക്കെ കുറച്ചായി. ബാക്കിയൊക്കെ എന്തായാലും ക്ലീൻ ചെയ്ത് കളഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ രാവിലെ അത്ര കഴിച്ചുകൊണ്ടിട്ട്. സാധാരണ ഞാനിപ്പോൾ ഓഫീസിലാണെങ്കിലും 12-ക്കാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. വെള്ളം അത്രയും കുടിച്ചാൽ എനിക്ക് ഭയങ്കര വിശപ്പെന്ന് പറയാൻ പറ്റില്ല.
എന്തായാലും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ രണ്ട് കുഞ്ഞില്ലേ ഞങ്ങൾ രണ്ട് കുഞ്ഞിടലേ കഴിച്ചു. അതുകൊണ്ട് എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട്. കുഞ്ഞിഡലി വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയില്ല ഇഡലി എന്ത് വേണ്ടി ഉണ്ടാവും, അല്ലാതെ കുഞ്ഞിഡലി എന്ന് പറഞ്ഞു അല്ല പിന്നെ ഇത്ര വലിയ ഇഡലിയാണ് എല്ലാവരും. അത്ര വലിയ ഇഡലി ഉണ്ട്. അത് മറ്റേ ഇതിനായിരിക്കും തമിഴ്നാട് നമ്മളിവിടെ ഇനി അത് പിടിച്ചോളാ കണ്ട. സത്യമായിട്ട് വലിയ ഇഡലി നിങ്ങൾക്ക് തന്നെ അറിയില്ല. നിങ്ങൾ യൂട്യൂബിൽ എടുത്തതിന്റെ റീൽസും കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമ്മളിവിടെ എല്ലാ വീട്ടിലും ഇഡലി തിന്നുന്നത്. എല്ലാ വീട്ടിലെ കാര്യമല്ല ഞാൻ പറഞ്ഞ. ഞാനൊരു തവിയിലേക്ക് 3/4 പോയത്. അപ്പൊ അത്രയും ചെറിയ ഇഡലി, അത് വലിയ ഇഡലി ഒന്നുമില്ല. മുക്കാവാത്തിക്കുള്ള വെച്ചാൽ അത് തുളുമ്പി പുറത്തേക്ക് വരും. മെഗാമേളയെല്ലാം പോയി അവിടെ ചെന്നിട്ടാണ് ഭയങ്കര തിരക്ക്. അപ്പുറത്തെ സെയിലും ഇപ്പുറത്തെ സെയിലും സാധനം വെച്ചിട്ടുണ്ട്. അവധിയല്ലേ, അതുകൊണ്ട് എന്നാലും വിദ്യാഭ്യാസ സ്ഥാപനം എന്നാലും വീട്ടിലുള്ള ഉമ്മമാരല്ല എല്ലാം അച്ഛനിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡുണ്ട് ഇപ്പുറത്തെ സൈഡ്. ഇപ്പുറത്തെ സൈഡ് നോക്കിയപ്പോ അപ്പുറത്തെ സൈഡിലെ മിസ്സാവും, അപ്പുറത്തെ സൈഡ് ഇപ്പൊ അങ്ങനെ മൊത്തം അവിടെ നോക്കി ഇറങ്ങിയിട്ട് ചൂടെടുത്തിരിക്കുക, വിയർത്ത് കുളിച്ച് പിള്ളേരും ഞങ്ങളെല്ലാം ഇതായി പെട്ടെന്ന് ഓടിച്ചിട്ട് നോക്കി. അവിടെ പോകുന്നത് സമാധാനത്തിൽ നിന്ന് നോക്കി എടുക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല സമാധാനത്തിൽ എടുക്കാൻ ഇക്കയുടെ ഉമ്മായും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പം ഈ നിരപ്പായിട്ടുള്ള സ്ഥലമല്ല, ഇങ്ങനെ ഈ കുണ്ടും കുഴി കൊണ്ടുവച്ച് കുണ്ടും കുഴിയാണ് പുറത്തേക്ക് ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നടക്കാൻ നോക്കി നടന്നില്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞിന് കല്ലിന് പൊങ്ങിപ്പോണ്ട് തെന്നി അടിച്ച് നമ്മൾ താഴെ. അതിന് അതും കൂടെ ശ്രദ്ധിച്ചുകൊണ്ട് ഓടിച്ചിട്ട് കുറച്ച് വീഡിയോ എടുത്തുള്ളൂ. പിന്നെ ബില്ലടക്കുന്നതിന്റെ അവിടെ ആണെങ്കിലും നമ്മള് ഈ അവിടെ നല്ല തിരക്കായിരുന്നു. അങ്ങനെ നിന്ന് ഇറങ്ങി. പിന്നെ അതെ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന വഴി ഇക്കാട് ഉമ്മാക്ക് മസാല ദോശ കഴിക്കണം പറഞ്ഞിട്ട് ഞങ്ങൾ മസാല ദോശ കഴിച്ചു. പക്ഷെ ഒരു സുഖമില്ലായിരുന്നു. ഞങ്ങള് സാധാരണ ഉടുപ്പി ഇന്ത്യൻ കോഫി ഹൗസ് അവിടേക്കാണ് പോകുന്നത്. പക്ഷെ ഈ സാധാരണ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പോകാറില്ല നോൺ വെജ് കഴിക്കാൻ. ഇപ്പം മന്തി അൽഫ അങ്ങനെയുള്ള സാധനം. ഇപ്പൊ ഇക്കാക്ക് വയ്യാത്തോണ്ട് ഞങ്ങൾ നോൺ വെജ് ഇതൊക്കെ വെജ് ഹോട്ടലിൽ തപ്പി അവിടുത്തെ സ്പെഷ്യൽ ഒക്കെ അങ്ങനെ അവിടുന്ന് കഴിച്ചു. അവിടെ നല്ല തിരക്കായതുകൊണ്ട് എനിക്കൊന്ന് ഡിസംബർ മാസമൊക്കെ അല്ലേ അപ്പൊ ഭയങ്കര എന്തായാലും നല്ല തിരക്ക്. ആലപ്പുഴക്കാർക്ക് ഉത്സവം ഒരു 2 വർഷങ്ങൾക്ക് ബീച്ചിൽ അക്വറിയം വരുന്നുണ്ട്. അതിനാണ് ബീച്ചിൽ വലിയ അക്വറിയം വരുന്നുണ്ട്. അതിന്റെ ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾ കാണാൻ പോയത് ഹനിയുടെ കാല് ഇതായി കിടന്നപ്പം. അപ്പം പിള്ളേരെയും കൊണ്ട് ബീച്ച് വന്നിട്ട് കൊറേ ഉമ്മാക്ക് ഇത്ര നേരമായതുകൊണ്ട് നിസ്കരിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഉമ്മ വന്നില്ല. അതുപോലെ വാപ്പ ഒറ്റയ്ക്ക് പോകുന്നു വിചാരിച്ച് ഒറ്റയ്ക്കല്ലേ ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. അതുകൊണ്ട് ഉമ്മ ഇപ്പൊ വീട്ടിൽ കൊണ്ടാക്കി അവിടെ ഇങ്ങോട്ട് വന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് പോയത് അവിടത്തേക്ക് തന്നെ ഇവിടെ നല്ല കത്തി കരിയുന്ന വെയില. ഇവിടെ നമുക്ക് ഇറങ്ങി എന്തായാലും വെയിലാണ്. പിള്ളേരെയും കൊണ്ടൊന്ന് കുറച്ചു നേരം കറങ്ങിയിട്ട് നമുക്ക് തിരിച്ചു വരും. ഇപ്പൊ 4 മണിയായി. നല്ല വെയില്. ഇവിടെയും പ്രത്യേകിച്ച് തിരക്കില്ല കേട്ടോ. ബീച്ചിൽ ആളേ ഇല്ല, ആരും നല്ല കത്തിക്കരിയുന്ന വെയിലല്ലേ. പിന്നെ എങ്ങനെ ആള് വരും? അതുങ്ങളെയും കൊണ്ട് എന്തായാലും പാർക്കിൽ പോയിരിക്കാം. അതാകുമ്പോൾ അതുങ്ങൾക്ക് കളിക്കുകയും ചെയ്യാം, നമുക്ക് റെസ്റ്റ് എടുക്കാം. കയ്യാപ്പി അച്ഛൻ വന്നപാടെ ബീച്ച് പാർക്കിൽ പോകണമെന്ന് ബഹളപ്പിക്കാറിന് വയ്യ. കാരണം വെച്ചാൽ അവിടുന്ന് മസാല ദോശയെല്ലാം അടിച്ച് വയറ് ഫുള്ളായിട്ടിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ബീച്ചിൽ ഇരിക്കാം എന്നും പറഞ്ഞ് വന്നാം. പക്ഷെ
നല്ല വെയിൽ, ഇവിടെ ഒന്നും ഇരിക്കാൻ പോലും പറ്റത്തില്ല. കസേരകളും കാര്യങ്ങളും ഉണ്ട്, പക്ഷെ എന്നാലും നമുക്ക് പറ്റത്തില്ല. കടകളൊക്കെ വിച്ഛിന്നമായി കിടക്കുന്നു ഗൈസ്. ഇവിടെ ഒരാൾക്ക് ഇനി ഐസ്ക്രീം വേണമെന്ന്, അല്ലാതെ തന്നെ വയറ് പൊട്ടിയിരിക്കുക കഴിച്ച്. ശരീരം തണുക്കാൻ. പിള്ളേർ രണ്ടുപേരും കളിക്കാൻ വേണ്ടി കയറി. ഞങ്ങൾ 3 പേരിങ്ങനെ മത്തടിച്ച് രാവിലെ ഇറങ്ങിയല്ല, അപ്പൊ അതിന്റെ ക്ഷീണവും. അതിനകത്ത് പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട് 10 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ കയറാൻ. പൈസ കുറവുള്ളതാണെങ്കിൽ ഇവർക്ക് കയറായിരുന്നു എന്താണേലും. 10 വയസ്സൊക്കെ കൂടുതലുള്ളതോടെ ഞങ്ങൾക്ക് അതിനകത്തൊന്നും കയറാൻ പറ്റത്തില്ല. അതുങ്ങൾ രണ്ടുപേരും അവിടെ ഈ രാവിലെ തൊട്ടുള്ള അലച്ചിലും ഇതെല്ലാം കൊണ്ട് അതിന്റെ ക്ഷീണവും, വയറ് ഫുള്ളതിന്റെ അതിന്റെ ഒരു ക്ഷീണം. മിക്കാൻ പറയും എന്നിട്ട് ഇപ്പോഴും ഐസ്ക്രീം കൊണ്ട് കരഞ്ഞോണ്ടിരിക്കുക. അത് ശരീരം തണുക്കാൻ. നൈസൊക്കെ ഐസ്ക്രീം വേണ്ടത് കിട്ടിയാ കൊള്ളരുത് അല്ലേ? ഇവിടെ പിള്ളേരെക്കാളും ഞങ്ങൾക്കാണ് ഐസ്ക്രീം. ഫസ്റ്റ് ഏത് വേണം തീരുമാനം എടുക്കുന്നത്. ആ കൊച്ചു സാധനത്തിനായിരുന്നു കേറണം എന്നുള്ള ബഹളം. 10 വയസ്സിന് താഴെയുള്ള ശിശു. ഇക്കയാ എത്ര വയസ്സുണ്ട്? ഇക്കയാ 9:30. 9:45 ഇക്ക ശനിയും ഞായറും അല്ല ആഴ്ചയിൽ 6. അടുത്ത ശിശു ഞായറാഴ്ച മാത്രമേ കൂട്ടിയുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഉറക്കമായിരുന്നു. ഒരാൾക്ക് വന്നപ്പം തൊട്ട് ഊഞ്ഞാല് ഇരിക്കാൻ വേണ്ടിയിട്ട് ബഹളമായിരുന്നു. ഇല്ല ഉണ്ടായിരുന്നു, കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം നമ്മൾ ഉണ്ടായിരുന്നു. അല്ല അല്ല ഏറ്റവും ലാസ്റ്റ് ഞങ്ങൾ ഇക്കയില്ലേ വന്നപ്പോൾ ഉണ്ടായിരുന്നു, ഇതൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനകത്ത് ഇരിക്കാണ്ട് വന്നപ്പോഴാണ് പിന്നെ അതിനകത്തോട്ട് പോയിരുന്നു. ഞങ്ങൾ തമ്മിൽ തർക്കം. ഇതൊക്കെ പിന്നെ പുതിയ ഊഞ്ഞാലും കുഴപ്പമില്ല, പൊട്ടിപ്പോകത്തില്ല. വാച്ച്മാൻ കണ്ട ഇപ്പം ഇവർ രണ്ടുപേരും പറപ്പിക്കും. ആ ഒരു മാത്രമേ ഉള്ളൂ. ആടിക്ക് വയ്ക്കുക. അത് കളിക്കാൻ തോന്നിട്ട് ഇപ്പൊ ഒരു സാധനം വരാൻ തുടങ്ങണ്ടോണെ. എവിടെടാ എന്താ കിടന്ന് മെഴുകിയിരിക്കരുത്. എന്താ ഇവിടെ ഒന്നും തൊലി പോലില്ലെന്ന് സൗണ്ട് കേൾക്കാം. കിറുക്കുന്ന ഒരേ സൗണ്ടൊക്കെ കേൾക്കാം. അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ ഏകദേശം ഇത്രയൊക്കെ ഉള്ളു. നമ്മൾ പോകാൻ വേണ്ടി പോവാണ്. കാക്ക എന്നാ റാഞ്ചാനൊക്കെ നോക്കാം, എന്താ അറിയാൻ പാടില്ല. ഇനി ഞങ്ങളുടെ കളർ സെയിം വണ്ടി അതാണെന്ന് അറിയത്തില്ല. ഭയങ്കര വേളം പുറകിടുന്നത്. ഞങ്ങൾ ഇവിടുന്ന് ഒരു റീൽ എടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഗൈസ്. അവസാനം സെറ്റ് ആയിട്ടുണ്ട്. ഞങ്ങൾ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അത്. അതെ, കയാപ്പിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഇത്. ഇതിൽ നിന്ന് ഇറങ്ങത്തേ ഇല്ല. വെള്ളം വെള്ളം കുറേ നാളത്തെ ആഗ്രഹം ഇവിടെ വരുമ്പോ എന്തെങ്കിലും ഒന്ന് കേരളം. ഇന്നാണ് ഗൈസ് നടന്നത്. മിക്കവാറും ഇവിടുത്തെ സെക്യൂരിറ്റി കണ്ട് മിക്കവാറും ഓടിച്ചിട്ടില്ലേ. കൊള്ളാം ഗൈസ്. ആട്ടം തൊട്ട് ആടുന്നില്ല ഇതിനകത്ത് കയറിയിട്ട്. ഇക്ക ഒരു ആട്ടം ആട്ടിട്ട് പോയത്. ഇനി വണ്ടർലയിലാന്നുള്ളൊരു ഫീലിലാണ് ഗൈസ് ഇരിക്കുന്നത്. ഇരുപ്പൊക്കെ നോക്കി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടെ ഒരു മദാമ ഇരിപ്പുണ്ടായിരുന്നു. ഇതിന്റെ അകത്ത് അന്ന് ഇത് ഫില്ലായിരുന്നു, കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഒന്നേ നോട്ട് ഇട്ട് വെച്ചത്. നല്ല രസമല്ലേ, കുഞ്ഞായിരുന്നു. അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ചു ഗൈസ്. ഐസ്ക്രീം കഴിക്കുന്നോണ്ട് എനിക്ക് മിണ്ടാൻ പറ്റുന്നില്ല. മറ്റേ ചോക്കോ ചിപ്സ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ സ്ഥിരം.
കൊണ്ടു ഇപ്രാവശ്യം അച്ഛന് ഫ്ലേവറും മാറ്റി വാങ്ങിച്ചിട്ടുണ്ട്, ഓറിയോ വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്ഥിരം രണ്ടുപേരും ഇതേ നടന്നു പോകണം. സാധാരണ ബട്ടർ സ്കോച്ചും ചോക്ലേറ്റും എടുത്തോളൂ. ഇന്ന് അച്ഛന് നല്ല ഭാഗ്യമുണ്ടായിരുന്നു. അച്ഛൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റ് ഓറിയോ. അതുകൊണ്ട് ഓറിയോ ഐസ്ക്രീം നല്ല ശരി, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു നല്ല ഷെയ്ക്കിൻ്റെ ഇഷ്ടമല്ല. വേറെ ഇല്ല. അതല്ലത് ഇത് ഇതിൻ്റെ ഈ കോട്ടൺ ക്യാൻഡി ഇല്ലേ, നിങ്ങളെല്ലാവരും പറഞ്ഞു നമ്മളങ്ങനെ Q&A സെക്കൻഡ് പാർട്ട് ചെയ്തു, വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കുറെ പേര് കണ്ട് കമന്റ്സ് ഒക്കെ ചെയ്തു. പിന്നെ കാണാത്തവരാണെങ്കിൽ അതെ, കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം, എന്നാലും എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഞങ്ങളുടെ വിശേഷങ്ങളും ഞങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾക്ക് അറിയാനുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് പാർട്ടിൽ. ഇനി അടുത്തത് വരുന്നത് ലവ് സ്റ്റോറി. നമ്മുടെ ഈ യാത്രകൾ ഒഴിച്ചിന് പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ ഞങ്ങളുടെ ലവ് സ്റ്റോറി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്തായാലും ഉറപ്പായിട്ടും ഞാൻ ലവ് സ്റ്റോറി ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ കാണാത്തവരാണെങ്കിൽ പോയി നമ്മുടെ Q&A സെക്കൻഡ് പാർട്ട് കണ്ടോളൂ, കണ്ടിട്ട് കമന്റ് ചെയ്തോളൂ. അങ്ങനെ ഇന്നത്തെ യാത്രകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഇനി നാളെ വെളുപ്പിന് നേരെ വീടോട്ട് നാളെ രാവിലെ സുബഹി നിസ്കരിച്ച് ഞങ്ങൾ ഇറങ്ങും. അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. പിള്ളേരുടെ ഫ്രണ്ടിൽ പോയി ഞങ്ങളുടെ അത്രേ ഉള്ളൂ വൈൻഡ് അപ്പ് ചെയ്യാണ്ട് ഡ്രൈവ് ചെയ്യാണ് ഗൈസ്. എന്തായാലും പറയൂ. വയൽ ഐസ്ക്രീം ഉള്ളതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. എപ്പോഴും പറയുന്ന പോലെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റ് നിങ്ങൾ തീർച്ചയായും ചെയ്യണം ഗൈസ്, കമന്റിലാണ് കാര്യം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.